ശ്രീ PR ശിവശങ്കർ, നോക്കൂ, ഇത്തരമൊരു ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ BJP ആകും എന്നതാണ് വിലയിരുത്തപ്പെട്ടത്. ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതിലല്ല, ഭാവിയിൽ അത് ആത്യന്തികമായി ഗുണം ചെയ്യുക BJPക്ക് എന്നതായിരുന്നു കണക്കാക്കിയിരുന്നത്. പത്മഭൂഷൺ പ്രഖ്യാപിക്കപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് G. സുകുമാരൻ നായർ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നത്. എന്ത് സംഭവിച്ചിരിക്കാം? ഏത് മത ജാതി സംഘടനകളും ഐക്യപ്പെടുന്നതും ഒരുമിച്ച് നിൽക്കുന്നതും സമൂഹത്തിനും രാജ്യത്തിനും സംസ്ഥാനത്തിൻ്റെയും വികസനത്തിന് ഗുണകരമാണ് എന്ന വിശ്വാസവും പ്രതീക്ഷയുമാണ് BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു ഐക്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നായർ ഈഴവ ഐക്യം, അതുമാത്രമല്ല നായാടി മുതൽ നമ്പൂരി വരെ എന്നുള്ള എല്ലാ സങ്കല്പങ്ങളും, അതുമാത്രമല്ല അത് ക്രിസ്തീയ സഭകളിലായാലും മുസ്ലിം സഭകളിലായാലും ഐക്യപ്പെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എല്ലാ മതങ്ങളും തമ്മിൽ ഐക്യപ്പെട്ട് ജീവിക്കണം എന്നാണ് പൊതുവെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾ പുറത്തു പറയുന്നതും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ഇത്തരം ഐക്യത്തെ ആരും ഒരു പ്രഥമ ദൃഷ്ട്യാ എതിർക്കുകയോ അതിനെ തകരേണ്ടതാണ് എന്ന് വിശ്വസിക്കുകയോ ചെയ്യില്ല. പക്ഷേ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ എത്രത്തോളം കാഠിന്യമുള്ളതാണ് ഇത്തരം ഐക്യം എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ SNDP NSS ഒരു തർക്കത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്കും വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ദീർഘമായ ലക്ഷ്യത്തെ മുന്നോട്ട് വെച്ച് തന്നെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന സൂചന കൂടിയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ഐക്യങ്ങളെ ഭയക്കുന്നവരാണ് പൊതുവെ രാഷ്ട്രീയക്കാർ. അതുകൊണ്ട് തന്നെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ ഇതിൻ്റെ പുറകിൽ നടന്നോ എന്ന് ഭയപ്പെടുന്നു. ഏതായാലും ഇരുവരും തുടക്കത്തിൽ കാണിച്ച ഒരു കെമിസ്ട്രി, അവർ തമ്മിലുള്ള കുറച്ച് ദിവസങ്ങൾ താങ്കൾ ഒരു രാഷ്ട്രീയ നീക്കം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെ സംശയിക്കുന്നു എന്നതാണ്. ഇവിടെ ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നു ഇതിന്റെ പിന്നിൽ, ഈ ഐക്യപ്പെടലിന് പിന്നിൽ ഒരു രാഷ്ട്രീയ നീക്കമുണ്ട് എന്ന് അദ്ദേഹം കുറ്റം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ചർച്ചയ്ക്ക് അയക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്, അയാളല്ല ചർച്ചയ്ക്ക് വരേണ്ടത് എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ വിമർശനം നീളുന്നത് BDJSന് നേരെയാണ്, NDAക്ക് നേരെയാണ്. അപ്പോൾ താങ്കൾ രാഷ്ട്രീയ ഇടപെടലെന്ന് താങ്കൾ സംശയിക്കുന്നത് ആരെയാണ്? അതിൽ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യത്യാസങ്ങൾ കാണാം. ഒന്ന്, തുഷാർ വെള്ളാപ്പള്ളി ഇതുവരെ ചർച്ചയ്ക്ക് പോയിട്ടില്ല. പക്ഷേ NSS കേന്ദ്രത്തിലേക്ക് പോയ നേതാക്കളുടെ പേരുകൾ താങ്കളൊന്ന് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഓർത്തു നോക്കൂ. അപ്പോൾ ഓൾറെഡി തുഷാർ വരുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ BDJSൻ്റെ നേതാവ് വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരം അലോരസങ്ങൾ, അല്ലെങ്കിൽ സ്വാഭാവികമായും NSSൻ്റെ ഡയറക്ടർ ബോർഡിലും കോൺഗ്രസിനോടും CPMനോടും BJPയോടൊക്കെ അനുഭാവമുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രതിപത്തിയുള്ള ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു സീനിയർ കോൺഗ്രസ് നേതാവിന് അവിടെ പോകേണ്ടി വരുന്നതും ഇത്തരം ആലോചനകളെ തുടക്കത്തിലെ കോൺഗ്രസിന്റെ നേട്ടത്തിന് ഗുണകരമാണ് കൂടിക്കാഴ്ച നടത്തിയത്? അല്ല, അതും തീർച്ചയായിട്ടും താങ്കൾക്ക് സംശയിക്കാവുന്നതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ സുകുമാരൻ നായരുടെ വാക്കുകളെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അദ്ദേഹം യോഗത്തിൽ അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള നടപടികൾ, അല്ല അദ്ദേഹം വെച്ച യോഗത്തിന് മുൻപിൽ വെച്ച അജണ്ട, അത് ഏതായാലും ശ്രീധരൻപിള്ള വരുന്നതിന് മുൻപാണ്. ഇത് ഏതാണ്ട് നിമിഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ പത്രപ്രസാരണം. അതുകൊണ്ട് ഞാൻ ആ വിശ്വാസത്തെ അല്ല എടുക്കുന്നത്. അതിന് മുൻപ് തന്നെ പലരും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ താങ്കൾക്ക് തീർച്ചയായിട്ടും അതും സംശയിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് രണ്ടുപേരും തമ്മിലുള്ള ബന്ധവും നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ജനങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. ഹിന്ദു ഐക്യത്തെ അല്ലെങ്കിൽ ഒരു നായർ ഈഴവ ഐക്യത്തെ ആരാണ് ഭയക്കുന്നത്? എന്നാൽ മറ്റു മത സംവിധാനങ്ങൾ അത്തരം ഒരു ഐക്യപ്പെടലുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കുകയും അതിനോട് വളരെ നല്ല സൗഹാർദ്ദപൂർവമായ സമീപനങ്ങൾ നടത്തുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന നേതാക്കൾ തന്നെ ഇത്തരം ഐക്യത്തെ ഒരു അല്പം ദേഷ്യത്തോടെയും ഒരല്പം ഭയത്തോടെയും കാണുന്നത് എന്തിനാണ് എന്നതാണ് കേരളത്തിലെ ജനത ചിന്തിക്കേണ്ടത്. ഈ ഐക്യത്തെ ഭയക്കുന്നു എന്നതല്ല, ഇത് നേരത്തെയും നമുക്കറിയാലോ, 3 തവണ ഈ ഐക്യത്തിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് അവർ ഐക്യപ്പെടുന്നത് എന്നത് കൂടി നോക്കണമല്ലോ. എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പോലും പറയാൻ മടിക്കുന്ന വർഗീയതയാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു സംശയമുണ്ടല്ലോ, ആർക്കാണ് ഇത് ഗുണം ചെയ്യുക എന്നൊരു സംശയമുണ്ടല്ലോ. അവിടെയാണ് ഇപ്പോൾ G. സുകുമാരൻ നായർ പറയുന്നത് ഈ ഐക്യപ്പെടൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്.
NSSന്റെ നിലപാട് എന്ന് പറയുന്നത് സമദൂരമാണ്. NSSന് അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ കഴിയുകയില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ജി സുകുമാരൻ നായർ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞതിലും രണ്ട് തെറ്റുകളുണ്ട്. ഒന്ന്, നിരന്തരം വർഗീയത പറയുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണോ? മറ്റാരും പറയുന്നില്ലേ? അപ്പോൾ സതീശന്റെ ഭാഷകൾ തന്നെയാണ് നിർഭാഗ്യവശാൽ ഞാൻ പറഞ്ഞത് നിർഭാഗ്യവശാൽ സതീശന്റെ വാക്കുകൾ തന്നെയാണ് നിങ്ങൾ കടമെടുത്ത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ് കാര്യമെന്നുള്ളത് നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. കാര്യമില്ല ശ്രീ PR ശിവശങ്കർ. അത് കേരളം കേൾക്കുന്നതാണ്, കേരളത്തിൽ ആർക്കും വളരെ വേഗത്തിൽ മനസ്സിലാകുന്നതാണ്. അവിടെയാണ് പ്രശ്നം. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറയുന്ന വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിർഭാഗ്യവശാൽ മറ്റു പലരും പറയുന്ന വർഗീയത നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് കടമെടുക്കാൻ നിങ്ങൾ തയ്യാറാവില്ല. ആ വാക്കുകൾക്ക് നിങ്ങൾക്ക് മറ്റ് ചില ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഭാഗത്തെ മാത്രം വർഗീയത പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിൻ്റെ മറ്റ് ചില ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാനതിനെ ഏത് രീതിയിലും പ്രതിയോഗിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പറയുന്ന മലപ്പുറത്തെക്കുറിച്ചിട്ടുള്ള ചില ഭാഷകൾ നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. പക്ഷേ അതിനേക്കാൾ വർഗീയപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസംഗിക്കുന്ന എം എൽ എമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും ഉണ്ടല്ലോ. അവരെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ഒരു ഭാഗത്തെ മാത്രം ശിവശങ്കർ ഇടപെടേണ്ടി വരുന്നതിൽ ക്ഷമിക്കുക. നോക്കൂ, വർഗീയത ആര് പറഞ്ഞാലും നമ്മൾ എതിർക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി ആ സ്ഥാനത്തിരുന്ന് പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹം പറയുന്നത്. എതിരെ രംഗത്ത് വരും. അതാണ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഇപ്പോ വർഗീയത പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഐക്യത്തിന് ശ്രമിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് തള്ളിപ്പറയാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ആർക്ക് വേണ്ടിയായിരുന്നു ഈ നീക്കം എന്നത് സാധാരണക്കാർക്ക് സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ആർക്ക് വേണ്ടിയായിരുന്നു ഈ നീക്കമെന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ആരോപണത്തിന് ഒരു തെറ്റായ ആരോപണമാണ്. രണ്ടും നമ്മൾ യോജിക്കുന്നില്ല, യുക്തിഭദ്രമല്ല. ഒന്ന് നോക്കൂ, ഇപ്പോൾ താങ്കൾ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്ന ഐക്യം എന്നുള്ളതും അദ്ദേഹം പറയുന്ന വർഗീയതയും BJPക്ക് കേരളത്തിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് താങ്കൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടേശന് ഞങ്ങൾ തന്നെ ഈ ഐക്യത്തെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പത്മഭൂഷൺ കൊടുത്തു, എന്നിട്ട് അവിടെ സുകുമാരൻ നായരെ കൊണ്ട് ഞങ്ങൾ എതിര് പറയിപ്പിച്ചു എന്ന് പറയുന്നു. ശ്രീധരൻപിള്ള സാർ, മുൻ ഗവർണർ ശ്രീധരൻപിള്ള സാർ പോകുന്നു, സുകുമാരൻ നായരെ കൊണ്ട് ഇത്തരം എതിരായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഐക്യത്തെ തകർക്കുമെന്നും പറയുന്നു. ഇത് രണ്ടും തമ്മിൽ ലോജിക്കല്ല. നിങ്ങൾ പറയുന്നതിന് ലോജിക്കില്ല. അപ്പൊ ജനങ്ങൾ പത്മഭൂഷണിൽ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാതെ പോയതാണോ? അവിടെ പണി പാളിയതാണോ ശ്രീ ശിവശങ്കർ? അല്ല, അങ്ങനെ അതാണ് നിങ്ങളുടെ സ്റ്റാൻഡെങ്കിൽ അവിടെയും തെറ്റുണ്ട്. പത്മഭൂഷണിൽ സ്റ്റാൻഡ് അത്രയാണെങ്കിൽ ഞങ്ങൾ ശ്രീധരൻപിള്ള സാറിന് വിടേണ്ട ആവശ്യമില്ലല്ലോ, സ്വയം പൊളിയുമല്ലോ. അപ്പോൾ പത്മഭൂഷണിൽ അത് കറക്റ്റായിരുന്നു. എന്നിട്ടും അത് പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു മുൻ ഗവർണറെ, സുകുമാരൻ സാറുമായിട്ട് നല്ല ബന്ധമുള്ള ഗവർണറെ വിടുന്നു, അത് പൊളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളായിട്ട് ലോജിക്കില്ല. അതാണ് പ്രശ്നം. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഇതേ പ്രശ്നമുള്ളൂ. കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. ചിലപ്പോൾ പൊളിയരുത് എന്ന് അപേക്ഷിക്കാനാണ് പോയതെന്ന് നമുക്കറിയില്ല. എന്താണ് പോയതിന്റെ ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. ഇതിപ്പോ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന വെള്ളാപ്പള്ളി നടേശന് ദയവായിട്ട് ശ്രീധരൻപിള്ള സാർ എന്തെങ്കിലും നിശ്ചയിക്കട്ടെ, നമ്മളൊരു സ്റ്റാൻഡ് എടുക്കൂ. അല്ല, ദയവായിട്ട് നിങ്ങളൊരു സ്റ്റാൻഡിൽ നിൽക്കൂ. പൊളിയരുതെന്ന് പറയാനാണോ പൊളിക്കാനാണോ പോയെന്ന് നിങ്ങൾ ഒരു കാര്യം പറയൂ. അതനുസരിച്ച് അതിൻ്റെ ഉത്തരം പറയാം. എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമല്ലല്ലോ. ഇവർക്കിടയിൽ എന്താണ് ഈ 8 ദിവസത്തിനുള്ളിൽ പുറമേക്ക് നോക്കൂ, പുറമേക്ക് നമ്മളുടെ അറിവിലേക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. തുഷാർ വെള്ളാപ്പള്ളി BDJSന്റെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇന്നലെയല്ല, വന്നാൽ മകനെ പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞതാണ്. രാഷ്ട്രീയ ബന്ധം ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അത് അതിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് അതിനകത്ത് രാഷ്ട്രീയ ബന്ധം സംശയിക്കുന്നത്. ഇന്ന് ഒരു രാഷ്ട്രീയക്കാരനെ അല്ല ആ ചർച്ചയ്ക്ക് അയക്കേണ്ടതെന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് പല സംശയങ്ങളും അല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഇപ്പം ദെൻ യു ആർ കം ടു ദ പോയിന്റ്.
ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചില്ല. ആദ്യം അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് ഇതിനെ പ്രതികരിച്ചു. പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് NSS ബോർഡിലെയും അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലും കൊണ്ട് അദ്ദേഹത്തിന് 8ാം ദിവസം അതിൽ ചില പുനർചിന്ത വേണ്ടി വന്നു. അത് കാരണം അദ്ദേഹം പുനർചിന്തയ്ക്ക് വന്നു. ഇപ്പോൾ കാര്യം ക്ലിയറാണ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർ തമ്മിലുള്ള ഐക്യത്തെ ഒരു ആഗ്രഹമില്ലാത്ത, അതിനെ ഭയക്കുന്ന മറ്റ് ചില രാഷ്ട്രീയക്കാർ 2 ദിവസം മുമ്പ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. അദ്ദേഹത്തോട് മറ്റു രീതിയിലുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കാം ഇത് ചെയ്യുന്നത്. ഏതായാലും കാലം തെളിയിക്കും. ഒരു സംശയവുമില്ല, ഈ ഐക്യം ലോകത്തിന്, ജനങ്ങൾക്ക്, കേരളത്തിന് ആവശ്യമാണ്. ഒരു സംശയവുമില്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഐക്യപ്പെടും. അത് പല കാലഘട്ടത്തിൽ, അത് മനത്ത് പത്മനാഭൻ്റെയും ഗുരുദേവൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെ പല സന്യാസിവര്യന്മാരും ചട്ടമ്പി സ്വാമികളൊക്കെ ആയിട്ടും യോജിച്ച് പ്രവർത്തിയിരുന്ന ഒരു കാലഘട്ടത്തേക്ക് ഇത് തിരിച്ചു പോകുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.